സത്യം പറയാമല്ലോ, ആദ്യ ദിവസം ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ നമുക്ക് മോട്ടിച്ചു എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ദ്വാരപാലകരിൽ നിന്ന് സ്വർണം മോഷ്ടിക്കുന്നു വിചാരിച്ചു. അപ്പം ഞങ്ങളെല്ലാം ആദ്യ ദിവസം കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് എന്തോ പിഴവ് പറ്റിയെന്ന് തോന്നുന്നു, ആൾക്കാർ ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു, ജാഗ്രത കുറവുണ്ടായും തോന്നുന്നു. അവിടെ എവിടെയും തൊടാതെ ഞങ്ങളെല്ലാം നിലപാട് പറഞ്ഞുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് അത്ര വലിയ കള്ളന്മാരാന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ബാൻഡിറ്റ് ക്വീൻ സിനിമയൊക്കെ ഉണ്ടല്ലോ, ചമ്പൽ കൊള്ളക്കാരെ കുറിച്ചുള്ള സിനിമയാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും മോശം കൊള്ളക്കാർ ചമ്പൽ കൊള്ളക്കാരാണ്. ചമ്പൽ കൊള്ളക്കാർ പോലും അവരുടെ ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോട്ടിക്കൂല. ഞാൻ ആലങ്കാരികമായി പറയുന്നതല്ല, ഇത് ഡോക്യുമെൻ്റഡ് ആണ്. ചമ്പൽ കൊള്ളക്കാരുടെ ഏരിയയിലെ ഗ്രാമക്ഷേത്രങ്ങളും പഴയ ആർക്കിയോളജിക്കൽ മോണ്യുമെൻറ്റ്സും ഒന്നും അവർ നശിപ്പിക്കുകയില്ല. അവരാൽ കഴിയുന്ന രീതിയിൽ സംരക്ഷിക്കുകയുള്ളൂ. ചമ്പൽ കൊള്ളക്കാർ പോലും സ്വന്തം ഗ്രാമക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കില്ല. പക്ഷേ ദേവസ്വം ബോർഡുകാർ അവരുടെ അമ്പലത്തിൽ നിന്ന് മോഷ്ടിക്കുമെന്നുള്ളതാണ് അതിൻ്റെ വിഷമകരമായ കാര്യം. അവരെല്ലാം അറസ്റ്റ് ചെയ്യപ്പെടണം, ഒരു ജയിലിൽ പോകണം. ഇനിയും സിനിമ, നിങ്ങൾ മൂവി വേൾഡ് ആയതുകൊണ്ട് അതുകൂടെ കണക്ട് ചെയ്ത് പറയാം. അദ്വൈതം എന്നൊരു സിനിമയുണ്ട്, പറ്റുമെങ്കിൽ പോയി കാണണം. കണ്ടിട്ടുണ്ടല്ലോ, 1991 മോഹൻലാലിന്റെ പ്രിയദർശന്റെ ഗംഭീര സിനിമയാണ്. അദ്വൈതം സിനിമ നടക്കുന്ന പല കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പം നടക്കുന്നത്. കൃത്യമായ അദ്വൈതം സിനിമ കണ്ടാൽ പല കാര്യങ്ങളും ഇന്നത്തെ രീതിയിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതൊരു നമ്മുടെ അമ്പലങ്ങളുടെയൊക്കെ ഒരു പ്രശ്നമാണ്. ഈ ഘടനാപരമായ അമ്പലങ്ങൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വളരെ ആഴമേറിയ വിഷയമാണ്, മറ്റൊരു ടോപ്പിക്കാണ്. അതായത് ശരിക്കും നമ്മുടെ അമ്പലങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടിയിലേക്ക് പോകുന്നത് ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനാണ്. കേണൽ ജോൺ മൺറോ എന്ന ബ്രിട്ടീഷ് സായിപ്പ് ഇവിടെ റെസിഡൻ്റ് ആയിരുന്ന സമയത്താണ്. വേലുത്തമ്പി ദളവ എന്ന് കേട്ടുകയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ഓർഗനൈസ് ചെയ്യും. അപ്പോൾ വേലുത്തമ്പി ദളവ പരാജയപ്പെട്ട് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ യുദ്ധമുണ്ടാകാതിരിക്കാനും കലാപം ഉണ്ടാകാതിരിക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഈ അമ്പലങ്ങൾ പിടിച്ചെടുക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പക്ഷേ ഇപ്പോഴും അമ്പലങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്നുള്ളത് ദൗർഭാഗ്യവശായ ഒരു സ്ഥലമാണ്. അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ ഇത്രയും കയറി കട്ടുപിടിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ഹോപ്പ്ഫുള്ളി മാറുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ടോപ്പിക്ക് പറഞ്ഞതുകൊണ്ട് പറയാം, നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ റീസെൻ്റ്ലി ഒരു മുസ്ലിം ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ കയറിയപ്പോൾ അമ്പലം മുഴുവൻ പുണ്യാഹം തെളിച്ച് ഫുള്ള് വൃത്തിയാക്കി. ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളെയും ഇഷ്ടമുള്ള ആളാണ്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും കൂടുതൽ ദൈവങ്ങളെ ഒന്നും അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലെങ്കിലും ഉണ്ണിക്കണ്ണനോട് ഒരു സ്നേഹം തോന്നും. കൊച്ചിലെ മുതലേ ഞാനിപ്പോൾ ഡാൻസ് ഒക്കെ പഠിക്കുമ്പോഴായാലും ഉണ്ണിക്കണ്ണനോട് നമുക്കൊരു സ്നേഹം തോന്നും, കൾച്ചറലി നമുക്ക് അതിനോട് ഇഷ്ടം തോന്നും. അപ്പോൾ എനിക്കാണെങ്കിലും പോലും ഈ ഗുരുവായൂർ പോകണം അത് ഭയങ്കര ആഗ്രഹമുള്ള കൂട്ടത്തിലാണ്. അപ്പം നമ്മളെ എന്തായാലും അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കണ്ണൻ ഓടിച്ചു വിടുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം? ചില കാര്യങ്ങളിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ, എല്ലാ അമ്പലങ്ങൾക്കും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും രീതികളും ഉണ്ട്, നമ്മൾ ആദരിക്കണം. എന്നാൽ ശബരിമല പോലെ പല കാര്യങ്ങളിലും നമ്മൾ ഇൻക്ലൂസീവ് ആകണം. അപ്പോൾ ശബരിമലയിൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാവർക്കും പ്രവേശനം ഉണ്ടെന്ന് മാത്രമല്ല, ഉള്ളിലൊരു ഇസ്ലാമിക പ്രതിഷ്ഠയുണ്ട്. അതായത് ശബരിമലയ്ക്കുള്ളിലൊരു വാവര് നടയുണ്ട്. ഇസ്ലാം മത വിശ്വാസികൾക്ക് സഗുണാരാധന, വിഗ്രഹാരാധന തുടങ്ങിയ കാര്യങ്ങൾക്ക് ദൈവശാസ്ത്രപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് അവിടെ വാവറുടെ ഒരു വാളും മറ്റും വെച്ചാണ് ആദരിക്കുന്നത്. അത് എരുമേലി പള്ളിയിലാണെങ്കിലും എരുമേലി അയ്യപ്പ ക്ഷേത്രത്തിലാണെങ്കിലും, കാര്യം അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെ നമ്മളൊരു ചില കാര്യങ്ങളിൽ ഒരു സോഫ്റ്റ് നിലപാട് ചില കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതായത് ജാസ്മിൻ അങ്ങനെ ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ പോയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോയതാണെന്ന് തോന്നുന്നില്ല. ആ കുട്ടി ഒരു സാംസ്കാരിക, എനിക്ക് തോന്നുന്നു മറ്റേ വളരെ കേരളീയമായ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് മറ്റേ അതൊക്കെ നിൽക്കുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു കുറച്ചുകൂടി ഒരു സോഫ്റ്റായ നിലപാട് ഇത്തരം കാര്യങ്ങളിൽ എടുക്കണം. കാര്യം ഇത് ആഴമേറിയ പ്രാണപ്രതിഷ്ഠയോ ആചാരമോ ബന്ധപ്പെട്ടൊന്നുമല്ല. ഉദാഹരണം ശബരിമലയിൽ യുവതി പ്രവേശനം പോലും വിഷയമല്ല. കാര്യം അടിസ്ഥാനപരമായി വിശ്വാസം, പ്രാണപ്രതിഷ്ഠ, പ്രതിഷ്ഠാസങ്കല്പത്തോടൊന്നും ബന്ധപ്പെട്ടൊരു കാര്യമല്ല. പല അമ്പലങ്ങളും അങ്ങനെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ ആൾക്കാർ കയറുന്നതിന് ഒരു പ്രശ്നമല്ല താനും. ഒരുപാട് സ്ഥലങ്ങളിൽ അത് സ്വീകരിക്കുകയും സ്വാതന്ത്ര്യം. ഇപ്പം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, അയ്യപ്പസ്വാമിയെ പാടി ഉറക്കുന്നതും ഗുരുവായൂരപ്പനെ പാടി ഉണർത്തുന്നതും യേശുദാസാണ്. യേശുദാസ് എന്ന് പറയുന്ന നമ്മുടെ അതുല്യനായ ഒരു കലാകാരനാണ്. ദേവരാജൻ മാസ്റ്റർ യഥാർത്ഥത്തിൽ അങ്ങനെ ഈശ്വര വിശ്വാസി ഒന്നും ആയിരുന്നില്ല. ദേവരാജൻ മാസ്റ്ററാണ് ഹരിവരാസനത്തിന് ഈ കാണുന്ന രീതിയിൽ ഈണം കൊടുക്കുന്നത്. പണ്ടേ കുളത്തൂർ അയ്യരും പണ്ട് കോന്നകത്ത് ജാനകിയമ്മയൊക്കെയാണ് അതിനെ ആദ്യം ക്രോഡീകരിച്ചത്. പക്ഷേ ഈ രീതിയിൽ കൊടുക്കുന്നത് യേശുദാസാണ്. നമ്മുടെ കലാമണ്ഡലത്തിലെ ഏറ്റവും വലിയ കലാകാരന്മാരിലൊന്നാണ് കലാമണ്ഡലം ഹൈദരലി ആയിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഠിക്കുകയും മറ്റും ചെയ്യുന്നത് ഒരു വലിയ സെലിബ്രേഷനാണ്. അപ്പം ആ രീതിയിൽ ഈ ബഹുസ്വരതയുടെ ഇടം, നമ്മുടെ വിശ്വാസങ്ങളിൽ വെള്ളം ചേർക്കാതെ ബഹുസ്വരതയുടെ ഇടം കണ്ടെത്താൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ വർഷം വാവരുപള്ളിയിലെ, അതായത് എരുമേലി വാവരുപള്ളിയിലെ ഗസ്റ്റ് ഞാനായിരുന്നു. അവരുടെ ഒരു ചന്ദനക്കുളം മഹോത്സവമുണ്ട്. നമ്മളവിടെ വെച്ചെന്ന് വളരെ ആദരവോടുകൂടിയാണ് അവിടുത്തെ മൗലവിമാർ നമ്മുടെ തലയിൽ മറ്റേ ഭസ്മം തൊട്ട് തരും. നമ്മളവിടെ തൊഴുതിട്ട് വണങ്ങിയിട്ടാണ് പോകുന്നത്. അതിൻ്റെ ആ വണങ്ങുന്നു എന്ന് പറഞ്ഞാൽ അയ്യപ്പനെ ചരിത്രത്തിൽ സഹായിച്ചത് വാവരാണ്.
അതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പേട്ട തുള്ളുകയൊക്കെ ചെയ്യും. അതെ അതെ അതെ, പേട്ട തുള്ളുന്നു, അവരോടൊപ്പം പോകുന്നു. ഈ ബഹുസ്വരതയാണ് ഇന്ത്യക്ക് ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശക്തി. ഈ ശക്തിയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി അതിനെ അയ്യപ്പൻ വാവർ വെളുത്താന്ന് വിളിക്കാം, മഹാത്മാഗാന്ധി, മൗലാന അബുൽ കലാം ആസാദ്, ചാൾസ് ഫ്രീ ആൻഡ്രൂസ് എന്ന് വിളിക്കാം, എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. ഈ പേരിലെ ആൾക്കാർ പ്രശ്നമുള്ളൂ. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും മതസൗഹാർദ്ദം എന്നല്ല അതിനെ വിളിക്കേണ്ടത്, മതേതരത്വം എന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ മതി. കോൺഗ്രസിൻ്റെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും മതസൗഹാർദ്ദം എന്ന്, BJPയുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും ബഹുസ്വരതയും ആർഷഭാരത സംസ്കാരവും എന്ന്. എന്ത് പേര് വിളിച്ചാൽ എന്താ, അടിസ്ഥാനം ഒന്നേ ഉള്ളൂ, പരസ്പരം വിദ്വേഷം പാടില്ല, പരസ്പരം സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകണം. അപ്പം ഞാൻ അറിയാമെന്നറിയില്ല, എൻ്റെ വീട്ടിലാണ് ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും വലിയ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫേസ് വാൾ പെയിൻറ്റിങ്, 140 സ്ക്വയർ ഫീറ്റ് ഉള്ള ഏറ്റവും വലിയ ഫേസ് വാൾ പെയിൻറ്റിങ്ങിലൊന്ന് എൻ്റെ വീട്ടിലാണ്. ഞാൻ YMCAയുടെ യങ് മെൻ ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ യൂത്ത് വിങ് ആയ യൂണിവയുടെ സെക്രട്ടറി ആയിരുന്നു, എൻ്റെ ഭാരവാഹിയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വീട്ടുകാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് YMCA ആണ്. ഇതാണ് നമ്മുടെ ഒരു സിൻക്രറ്റിക് കൾച്ചർ. ആ സിൻക്രറ്റിക് കൾച്ചറിനെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയണം, ഉറപ്പായിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരു സൂയിസൈഡ് നോട്ട്, അത് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് നമ്മൾ ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. കണ്ടിരുന്നു ഒരു അനന്തു എന്ന് പറഞ്ഞിട്ടൊരു ആളുടെ ഒരു സൂയിസൈഡ് നോട്ട്. ആള് അതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നത് ഒരു 14-15 പേജസ് വരുന്ന ഒരു സൂയിസൈഡ് നോട്ടാണ്. അയാളുടെ ചെറുപ്പത്തിൽ ഷാഖയിൽ പോയിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് ഒരുപാട് സെക്ഷുവൽ അബ്യൂസിങ് ഉണ്ടായി. ആളുകളുടെ പേര് അയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു ലോങ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ആ ചൈൽഡ്ഹുഡ് ട്രോമയെ, ആൻഡ് അയാൾ ലൈക്ക് സൂയിസൈഡ് ചെയ്തു. ആ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ കണ്ടിരുന്നു. അല്ല അതൊരു വ്യാപകമായ സംഭവമൊന്നുമല്ല, ഒറ്റപ്പെട്ട സംഭവമാണ്. അങ്ങനെ ആണെങ്കിൽ പോലും RSSലെ ആൾക്കാർ അത് അഡ്രസ്സ് ചെയ്യണം. അത് വെച്ച് RSSലെ എല്ലാ ശാഖയും മോശമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ 10,000-ലോ 1,00,000-ലോ ഒന്നാണെങ്കിൽ പോലും അത് അഡ്രസ്സ് ചെയ്യണം. എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ പീഡനമോ അല്ലെങ്കിൽ സ്ത്രീ പീഡനം, ഈ കുട്ടികളോടുള്ള അട്രോസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഇത് ആൾക്കാരുടെ തെറ്റാണ്. അതായത് RSS ബേസിക്കലി ഇത്തരം കാര്യങ്ങളോടൊരു ഡിസിപ്ലിൻ ഇൻസ്റ്റിൽ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടണം. അത് ഏത് സംഘടനയാണെങ്കിലും തീർച്ചയായും. ഞാനത് വായിച്ചിരുന്നു, വളരെ ഹൃദയഭേദകമായിരുന്നു. വർഷങ്ങളോളം ട്രോമ അദ്ദേഹം അനുഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. എനിക്കത് എന്തോ കേസോ എടുത്തു എന്ന് തോന്നുന്നു, അവർക്കെതിരെ എന്തോ കേസോ കാര്യങ്ങളോ എന്തോ എടുത്തു തോന്നുന്നു. തീർച്ചയായിട്ടും അത് വേദനാജനകം തന്നെയാണ്, സംശയമൊന്നുമില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടണം. അപ്പോൾ RSSനോട് എനിക്കുള്ള ഐഡിയോളജിക്കൽ എതിർപ്പ് അവർക്ക് മുസ്ലിം ക്രിസ്ത്യൻ സമൂഹങ്ങളുള്ള നിലപാടാണ്. ഇതല്ല. ഇത് വൺ ഓഫ് ആയിട്ട് ഒരു വ്യക്തിക്ക് പറ്റിയ തെറ്റായിരിക്കണം. പക്ഷേ മറുഭാഗത്ത് RSSന് ഘടനാപരമായി തന്നെ അവരുടെ ഇടയിൽ വളർന്നു വരുന്ന ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിമർശനം. ഉദാഹരണം അറിയാമെന്നറിയില്ല, RSSന് ഒരു ക്രിസ്ത്യൻ മുസ്ലിം സംഘടനയുണ്ട്. അതിൻ്റെ പേര് മുസ്ലിം രാഷ്ട്രീയ മഞ്ച് എന്നാണ്. ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഒരു സംഘടനയുണ്ട്, അതിൻ്റെ പേര് ഈസായി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ക്രിസ്ത്യൻ രാഷ്ട്രീയ മഞ്ച് എന്നാണ് പേര്. ഇതിനെ വേണ്ട രീതിയിൽ RSS വളർത്തിയെടുക്കുന്നില്ല എന്നൊരു വിമർശനം എനിക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങളിലല്ല, ഘടനാപരമായി നമ്മുടെ ബഹുസ്വരതയും നമ്മുടെ മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കുന്നതിൽ RSS വേണ്ട രീതിയിൽ വിജയിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ താഴെ തട്ടിലേക്കുള്ള അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഏറ്റവും വൃത്തികെട്ട ചീപ്പായ മുസ്ലിം വിരോധവും ക്രിസ്ത്യൻ വിരോധവും പറയുന്നത്. അപ്പം അങ്ങനെ അതിനെ വേണ്ട രീതി ഇവർക്ക് തടയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഗൗരവപരമായ വിമർശനം.